പ്രൈസ് ലോർഡ്. പ്രൈസ് ദ ലോർഡ്. റെസ്പോണ്ടൊക്കെ ചെയ്യ്. ഇത് ഒരു മിനിറ്റ് ക്യാമറ പൊക്കണം. ഓക്കെയോ? ഈ വണ്ടി എടുക്ക്, സ്വിച്ച് ചെയ്. ഇച്ചിരി വൈഡായിക്കോ. ഞങ്ങൾ ഗ്രൂപ്പ് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കിട്ടിയ ഒരു മെസ്സേജ് 1 കൊറിന്തോസ് 2:11-12 ഞാൻ ബൈബിൾ എടുത്തില്ല. വായിക്കണോ? മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെയാണ്. അത് കഴിഞ്ഞിട്ട് ആദ്യം ഷേളിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ജോബി കണ്ട ഒരു മഞ്ഞുമലയായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനം ഞങ്ങളപ്പോൾ നോക്കിയില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഒരു സിംഹത്തിൻ്റെ മുഖം കണ്ടു. അതിൻ്റെയും വ്യാഖ്യാനം അപ്പോൾ കിട്ടിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നീർച്ചാൽ, ജോബി നീർച്ചാൽ കണ്ടു. അതിനുശേഷം പായ്ക്കപ്പലിൽ ഷേളി യാത്ര ചെയ്യുന്നു, ഒരു ലൈറ്റ് ഹൗസ് കാണുന്നു. അപ്പോൾ ഈ ആദ്യത്തെ 3 മെസ്സേജിൻ്റെത് പിന്നീട് ഷായി ചേട്ടൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങളൊന്നും കൂടി അതിൻ്റെ ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്കും സാംസ് 42 കിട്ടിയായിരുന്നു. നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ അവൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. പിന്നെ അതിൽ തന്നെയായിരുന്നു മഞ്ഞുമലയുടെ ഓക്കെ. പിന്നെ ഈ പായ്ക്കപ്പൽ അതിൻ്റെയും ഒരു ഇത്, പായ്ക്കപ്പൽ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഹൗസ് എപ്പോഴും മറ്റുള്ളവർക്ക് ഈ ഒറ്റക്ക് പോകുന്ന പായ്ക്കപ്പലുകൾക്ക് തീരം അടുത്തെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതൊരു വഞ്ചി ഒറ്റയ്ക്ക് തുഴയുന്നു. പിന്നെ നീ എൻ്റെ സങ്കേതം എന്നുള്ള ആ പാട്ട് കേട്ടു. പിന്നെ ഗ്രേറ്റ് കമ്മീഷൻ, ഗോ ആൻഡ് പ്രൊക്ലെയിം എന്ന് കിട്ടി. അതിനുശേഷം മറിയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഷേളിക്ക് കിട്ടിയത് ഞാൻ ബാലനാണെന്നാണ് പറയുന്നത്. ആണെന്ന് പറയരുത്. സോറി, ഞാൻ ബാലനാണെന്ന് പറയരുത്. ജെറമിയ 1:6-8. പ്രൊക്ലെയിം ടു ദ യൂത്ത്. ജോബിയും ഞാനും മഞ്ഞ ലില്ലിപ്പൂ കുറേ പൂ തീർക്കുന്നത് കണ്ടു. ഞാനൊരു മഞ്ഞപ്പൂവിൽ ഒരു ബി വന്നിരിക്കുന്നു ഇത് കണ്ടു. അപ്പം അതിൻ്റെത് 1 തിമോത്തി 1:19. വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടി നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ചില ആളുകൾ മനസാക്ഷിയെ തിരസ്കരിച്ചതുകൊണ്ട് വിശ്വാസം ഇതായിരുന്നു. വിശ്വാസത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. പിന്നെ കണ്ട ഒരു പഴയ പള്ളിയുടെ ഈ പഴയ പള്ളികൾക്ക് വലിയ മതിൽ ആയിരിക്കില്ലേ, അപ്പോൾ ആ മതിൽ കണ്ടായിരുന്നു. അതിൻ്റെ വ്യാഖ്യാനം കിട്ടിയില്ല, അതിന് അധികം കിട്ടിയില്ല. പിന്നെ ജോബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈശോയുടെ ഒരു സഹനം, കയ്യിലും ഇങ്ങനെ പെയിൻ ഫീൽ ചെയ്തായിരുന്നു. 2 പേർക്ക് ഫീൽ ചെയ്തായിരുന്നു, ഷായി ചേട്ടനും ഷേളിക്കും. ജോബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോബി കണ്ടത് ഗോത്തിക് സ്റ്റൈലിലുള്ള പള്ളി, അതിൽ നിന്നൊരു ലൈറ്റ്. ജോബി അവിടെ പകച്ചു നിൽക്കുന്നു.
ഞാൻ കണ്ടത് ഒരു ലൈറ്റ് റേ. അതിൻ്റെ പക്ഷേ ആ റേയുടെ ഒരു സോഴ്സ് മനസ്സിലാകുന്നില്ല. അപ്പോൾ ക്രൈസ്റ്റ് ഇസ് ദ സോഴ്സ് ഓഫ് ദ ലൈറ്റ്, കൊളോസിയൻസ് 1:27. ആ ലൈറ്റിൽ പ്രൊക്ലെയിം ചെയ്യുക. പിന്നെ ഷായി ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ മർക്കോസ് 14:32. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുക. 14:32. അതാണല്ലോ, അത് തന്നെയാണ്. 14:32. സിറ്റ് വിത്ത് മീ വൈൽ ഐ പ്രേ. ഹലോ ഇൻ ദ സെഷൻ്റെ കോൾ. ആ ഞാനൊരു പിന്നെ ഞാൻ പ്രോഗ്രാമിലാണ്. കണ്ടത് ഒരു പെട്ടെന്ന് പറയാമോ? ധാരാളം കാഴ്ച നിൽക്കുന്ന തെങ്ങ്. പിന്നെ ഓക്കെ ജോബി ഓക്കെ. വലിയൊരു ഏണി, ഓക്കെ. ഒരു ഏണി വലിയൊരു അപ്പോൾ ഇപ്പോൾ അവർ സൈൻ ചെയ്ത് building-ലേക്ക് സെറ്റ് ചെയ്ത് അയച്ചോളൂ. പ്രഭാഷകൻ 14:11. സമ്പത്തിന്റെ വിനിയോഗം, അത് മറിയത്തിന് കിട്ടിയതാണ്. അത്രയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. അടുത്ത ആൾ വരാം. ആ മനെ മൈക്ക് എടുത്തേ. അയ്യോ, അടുത്ത ആൾക്ക് കുത്തി കൊടുത്താൽ മതി. ഈശ്വംശേഷിയായിരിക്കട്ടെ. ഞങ്ങൾ ഗ്രൂപ്പ് 3 ആയിരുന്നു. ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നേ. അനു, മഞ്ചേച്ചി, ബോബി ആൻഡ് മേരി ആൻറ്റി ആൻഡ് ബോബിഷനങ്കിൾ. ആദ്യം എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചേ. അപ്പം ലാസ്റ്റ് ക്രിസ്മസിന് എൻ്റെ കൈ ഫ്രാക്ചർ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബോബിഷനങ്കിളിൻ്റെ അടുത്തായിരുന്നു. അപ്പം അതിൻ്റെ ഒരു വിഷൻ ബോബിഷനങ്കിൾ ഇങ്ങനെ ഞാനിങ്ങനെ സ്ലിങ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷൻ ഇങ്ങനെ എന്നെക്കുറിച്ച് കണ്ടു എന്ന് പറഞ്ഞു. പിന്നെ വേറെ ഒരു സ്ലോപ്പായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ഫയലൊക്കെ പിടിച്ച് മൊത്തം ഒത്തിരി പേജസ് ഉള്ള ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഫയൽ പിടിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നടക്കുന്നു. അങ്ങനെ ഒരു വിഷൻ മേരി ആൻറ്റി പറഞ്ഞു. പിന്നെ മഞ്ചേച്ചി പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കരമായിട്ട് സ്നേഹം ഹാർട്ടിൽ നിറയുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ സൈമൾട്ടേനിയസ് ഒരു വചനവും കിട്ടിയായിരുന്നു. നീ എനിക്ക് പ്രിയങ്കരനും അമൂല്യനും ആണെന്നുള്ള വചനം, ഏഷ്യ 43:1-4 വരെ. പിന്നെ നെക്സ്റ്റ് മഞ്ചേച്ചിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. മഞ്ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഇങ്ങനെ ഒരു ഒത്തിരി മിഠായി ഭരണികൾ ഇങ്ങനെ അടഞ്ഞ് ഇരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ മേരി ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്. മേരി ആൻറ്റിക്ക് തന്നെയാണ് വിഷൻ കിട്ടിയത്. ഇങ്ങനെയാണ് പറഞ്ഞത്, ഓൾറെഡി ഗിഫ്റ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്, അത് തുറന്ന് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു. പിന്നെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നുള്ളൊരു നമ്മുടെ തോമസ് ലീഹായുടെ ഒരു പ്രൊക്ലമേഷൻ മേരി ആൻറ്റി ഇങ്ങനെ മഞ്ചേച്ചി മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ വന്നു. പിന്നെ മഞ്ചേച്ചിയുടെ ഹസ്ബൻഡിനെ 1-2 പല പ്രാവശ്യം ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ മുഖം ഇങ്ങനെ ഭൂഷണങ്ങളിലും അല്ലെ മേരി ആൻറ്റിക്കും എല്ലാം ഇങ്ങനെ കണ്ടു പല പ്രാവശ്യം അങ്കിളിനെ. പിന്നെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. കണ്ടിട്ട് പ്രാർത്ഥിച്ചില്ല അദ്ദേഹത്തിന് വേണ്ടി? എനിക്ക് തോന്നിയായിരുന്നു പ്രാർത്ഥിക്കണം. പക്ഷെ അറിയത്തില്ലായിരുന്നു അത് അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി. പക്ഷെ സെക്കൻഡ് ടൈം പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഓർത്തു കേട്ടോ, ലൈക്ക് നമുക്ക് 1 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചേ എല്ലാവരും കൂടി ഒന്ന്. കർത്താവേ, ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ, നിറയ്ക്കണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. വരദാനങ്ങൾ അദ്ദേഹത്തിൽ തുറക്കണമേ. എല്ലാ അഭിഷേകവും നൽകണേ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പിന്നെ ഭോഷണങ്ങൾ ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നു. മക്കളെക്കുറിച്ച് ആകുലത വേണ്ട എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് മഞ്ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഒരു തോട്ടായിട്ട് ഇങ്ങനെ മനസ്സിൽ വരുമായിരുന്നു. പിന്നെ സക്കറിയ 2:5, ഞാൻ അവൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും, ഞാൻ അതിൻ്റെ മധ്യത്തിൽ അവളുടെ മഹത്വമായിരിക്കും. പിന്നെ വേറൊരു വചനം കൂടെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും. ഇങ്ങനൊരു വചനം ഇങ്ങനെ മനസ്സിൽ ഓർമ്മ വന്നു. പിന്നെ ബോബിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അപ്പം ബോബിക്ക് വേണ്ടി മേരി ആൻറ്റി കണ്ടൊരു മെസ്സേജ് ഇങ്ങനെയാണ്, ലൈക്ക് ഒരു ബോബിനെ ഈശോ ഇങ്ങനെ വലിയൊരു ഒരു സ്ലിങ്ങിൽ ഇങ്ങനെ ബൗൺസ് ചെയ്യുവാണ്. അപ്പം ആ സ്ലിങ്ങിൽ വിശ്വാസം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം വിശ്വാസത്തിന്റെ വലിയ കൃപ കൊണ്ട് ബോബിനെ ദൈവം നിറയ്ക്കുന്നു, ഈശോ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഹീബ്രു 11:1 ഒരു ഇതിലെ വിശ്വാസം എന്നാൽ അങ്ങനെ ഒരു വചനമില്ലേ, ആ വചനം ഇങ്ങനെ വന്നു. പിന്നെ ഒത്തിരി സ്നേഹം ഫീൽ ചെയ്തു. ലൈക്ക് അപ്പോൾ സൈമൾട്ടേനിയസ്ലി
ഇങ്ങനെ ഭൂഷണങ്ങൾ പറയുമായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻ, ഒത്തിരി ബട്ടർഫ്ലൈസും ചെറിയ ചെറിയ പൂക്കളൊക്കെ ഭയങ്കര ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് പോലെ മഞ്ജിച്ചിയാണ് ആ വിഷൻ കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കിട്ടിയില്ല. പക്ഷെ പിന്നെ ഞങ്ങൾ അവസാനം കൺക്ലൂഡിംഗ് പ്രയറിന്റെ സമയത്ത് നമുക്ക് വേണ്ടി ഇന്റർപ്രിട്ടേഷന് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഭൂഷണങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു എഫേഷ്യൻസ് 2:10 എന്നൊരു വചനം, യു ആർ ദ ഹാൻഡി വർക്ക് ഓഫ് ലൈക്ക് യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ് എന്നൊരു വചനം ഇങ്ങനെ പെട്ടു. അപ്പം അതിൻ്റെ അർത്ഥം ലൈക്ക് ഭയങ്കര ഈശോ അത് എൻജോയ് ചെയ്യുന്ന ഒരു മാസ്റ്റർ പീസ് ആണ് എന്നുള്ളൊരു അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷനായിട്ട് കിട്ടി. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ഒരു കളർഫുൾ ആയിട്ടുള്ള ബിൽഡിംഗ് കണ്ടു, ഭൂഷണങ്ങളിൽ വിഷയം കിട്ടി. പക്ഷെ അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ കിട്ടിയില്ല. പിന്നെ ഒരു ഫീലിംഗ് ആയിട്ട് ഭൂഷണങ്ങളിൽ വയറിൽ ഇങ്ങനെ ഒരു അപ്സെറ്റ്, ടമ്മി അപ്സെറ്റ് അങ്ങനെ. അപ്പോൾ ബോബി പറഞ്ഞു അങ്ങനെ ഒരു ഫീലിംഗ് ബോബിക്ക് ഉണ്ടെന്ന്. ഇത്രയാണ് ബോബിയുടെ. പിന്നെ മേരി ആൻറ്റിക്ക് വേണ്ടിയാണ് നെക്സ്റ്റ് പ്രാർത്ഥിച്ചത്. മേരി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ള ഡ്രസ്സിൽ ഭയങ്കരമായിട്ട് ലൈറ്റ് പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഒരു കണ്ടു. പിന്നെ കുറേ വചനങ്ങൾ കർത്താവിനെ പ്രഘോഷിക്കുന്നതിനെ പറ്റി, പിന്നെ ധൈര്യമായിരിക്കും ഞാനിവിടെ ഉണ്ട്, പിന്നെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അങ്ങനെ കുറേ വചനങ്ങൾ ഇങ്ങനെ മനസ്സിലോട്ട് വന്നു. പിന്നെ മേരി ആൻറ്റിക്ക് വേണ്ടി ഒരു സോങ് ഓഫ് സോങ്സ് 2:16 മൈ ബിലവഡ് ഇസ് മൈൻ ആൻഡ് ഐ ആം ഹേഴ്സ് എന്നൊരു വചനം ഇങ്ങനെ കിട്ടി. പിന്നെ ലാസ്റ്റ് പ്രാർത്ഥിച്ച ബോബിഷണങ്ങളിന് വേണ്ടിയാണ്. അപ്പം ആദ്യമേ തന്നെ കിട്ടിയത് ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊരു വചനം. പിന്നെ ഇങ്ങനെ ഫുൾ ഫാമിലി സ്നാപ്പ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു മൊമെന്റ് മേരിയൻ്റെ ഇങ്ങനെ കണ്ടു വിഷനിൽ. പിന്നെ നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് താങ്ങിക്കൊള്ളും, അങ്ങനെ വചനം. പിന്നെ ഏറ്റവും രസമായിട്ട് ഭോജനങ്ങൾ ഇങ്ങനെ എയർപോർട്ട് ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, വലിയൊരു നടന്നു പോവാണ് എയർപോർട്ടിലൂടെ, നല്ലൊരു വലിയ ക്രൗൺ വെച്ചിട്ടുണ്ട്, ക്രൗണിൽ ഏഞ്ചൽസ് ആർമി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ നോക്കി ചിരി. ഭോജനങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. പിന്നെ ഒരു പാട്ടിങ്ങനെ വന്നു, എൻ ജീവനെക്കാളും നീ വലിയതാണ് എനിക്ക്. അങ്ങനെ ആ പാട്ടും ഭോജനങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചവൻ കിട്ടി. പിന്നെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ഓരോ വചനങ്ങൾ ഇങ്ങനെ എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു. അതെല്ലാം തന്നെ ഇങ്ങനെ റിലവൻ്റ് ആയിട്ട് അവരവരുടെ കോണ്ടെക്സ്റ്റിന് റിലവൻ്റ് ആയിട്ട് വന്നു. പ്രൈസ് ഗോഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അടുത്ത ആൾക്ക് കൊടുക്കും മൈക്ക്. ദൈവത്തിന് സ്തുതി. സ്തുതി. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ടെസി ചേച്ചി, റോസാൻ ചേച്ചി, ജോസേട്ടൻ, ജോൺസി ചേട്ടൻ, പിന്നെ ഞാനും. ആദ്യം ഞങ്ങൾ പ്രാർത്ഥിച്ചത് ടെസി ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കാനായിലെ ആ ഒരു വിരുന്നായിരുന്നു ആദ്യമേ കണ്ടത്. അപ്പോൾ കലവറക്കാരൻ പറയുന്നുണ്ട്, ഇത്രയും മേൽത്തരം വീഞ്ഞ് എന്തുകൊണ്ടാണ് ഇതുവരെ മാറ്റി വെച്ചിരുന്നതെന്ന്. അപ്പം അതുപോലെയാണ് ടെസി ചേച്ചിക്ക് പുതിയൊരു അഭിഷേകം നൽകുന്നതായിട്ടാണ് അതിൻ്റെ ഒരു അർത്ഥം വ്യാഖ്യാനിച്ചപ്പോൾ കിട്ടിയത്. പിന്നീട് ഒരു പാഠം കണ്ടു. അതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചപ്പോൾ അതിരുകളില്ലാത്തൊരു പാഠമായിട്ടാണ് ഈശോ കാണിച്ചു കൊടുത്തത്. വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നമ്മൾ പാഠത്തിലൊക്കെ നെല്ല് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. പക്ഷേ ഈ ഒരു പാഠത്തിൽ ഒരുപാട് ഫലങ്ങളുള്ള, ഒരുപാട് ഫ്രൂട്ട്സൊക്കെയുള്ള ഒരു പാഠമായിരുന്നു. അപ്പോൾ അതായത് വിവിധങ്ങളായിട്ടുള്ള ദാനങ്ങൾ, ആത്മാവിൻ്റെ ദാനങ്ങൾ ടെസി ചേച്ചിക്ക് കൊടുക്കുന്നതായിട്ട് അതിൻ്റെ ഒരു വ്യാഖ്യാനം വരുന്നത്. ജ്ഞാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. കൺഫ്യൂഷനൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ടെസി ചേച്ചി പെട്ടെന്ന് ചെല്ലുന്നു. അപ്പോൾ ഒരു ടെസി ചേച്ചിയുടെ ആ ഒരു സാന്നിധ്യം അത് ആ കൺഫ്യൂഷൻ അങ്ങനെ മാറ്റുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരു പൂമൊട്ടിങ്ങനെ പതുക്കെ വിടരുന്നത് പോലെ കാണുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ വളരുന്നതായിട്ടാണ്. മോശ ഇസ്രായേൽക്കാർക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ജയിച്ച് കയറുന്ന ഒരു ഭാഗം നമ്മൾ പുറപ്പാടിൽ വായിക്കുന്നുണ്ട്. അതുപോലെ ചേച്ചി ഇൻ്റർസെഷൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഇൻ്റർസെഷൻ എടുക്കുമ്പോൾ അത് ഫലപ്രാപ്തിയിൽ എത്തുന്നതായിട്ട് കാണുന്നു. പിന്നെ ഒരു പാട്ടാണ് ഓർമ്മയിൽ വന്നത്, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് അത് പറഞ്ഞപ്പോൾ അത് മക്കളുടെ കാര്യത്തിൽ ഇത്രയും കാലം ദൈവം വഴി നടത്തി, ഇനിയും ദൈവം വഴി നടത്തും എന്നുള്ള ഒരു
ഓർമ്മപ്പെടുത്തലും ധൈര്യപ്പെടുത്തലുമാണ് കണ്ടത്. അപ്പോൾ അനിച്ചേച്ചി ബോച്ചൻ സാറിനെ പറ്റി പറഞ്ഞപ്പോഴും എനിക്കത് പെട്ടെന്ന് അതാണ് ഓർമ്മ വന്നത്. ചേച്ചിക്കും അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത്. പിന്നീട് ഒരു ജലാശയത്തിൽ കിടക്കുന്ന ഒരു കൊതുമ്പ് വെള്ളം അത് കാണിച്ചു. പക്ഷേ അതിൻ്റെ ഒരു മെസ്സേജ് അതിൻ്റെ എന്താണെന്നുള്ളത് മനസ്സിലായില്ല. പിന്നെ ഒരു മഴയത്ത് ടെസ്റ്റ് ചേച്ചി മാത്രം ഒരു വലിയ കുടയാണ്, പക്ഷേ ഒറ്റയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. അത് വീണ്ടും ഈ മഴ കഴിയുമ്പോൾ മറ്റ് ഒരുപാട് ടെസ്റ്റ് ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ തീരുമ്പോൾ ഒരുപാട് സസ്യങ്ങൾ ഇങ്ങനെ മുട്ടിട്ട് വളരുന്നതായിട്ട് കാണുന്നു. വീണ്ടും അതൊരു ഇൻ്റർസെഷന് വേണ്ടിയിട്ട് കിട്ടിയ ഒരു വരത്തിൻ്റെ ഒരു അഫർമേഷനാണെന്ന് വിചാരിക്കുന്നു. പിന്നീട് ഞങ്ങൾ പ്രാർത്ഥിച്ചത് റോസാൻ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് വല മാറ്റി എറിയുക, ആഴത്തിലേക്ക് എറിയുക എന്ന് പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു. പിന്നെ വീണ്ടും ഒരു പടയാളി ഒരു അധികാരപത്രവുമായിട്ട് ഇങ്ങനെ പാഞ്ഞു പോകുന്നതായിട്ട് കണ്ടു. കൊയ്യാൻ പാകമായിട്ടുള്ള ഒരു നെൽപ്പാടം കണ്ടു. ഒരു മോതിരം അണിയിക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കൾമിനേഷനായിട്ട് അവസാനം ഒരു നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു സൈക്കിൾ അഭ്യാസം നമ്മുടെ ഈ നാൽക്കവലകളിലൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ സൈക്കിൾ അഭ്യാസി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചേച്ചിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ നിറഞ്ഞു കവിയുന്നതായിട്ടാണ് അതിൻ്റെ ഒരു മെസ്സേജ് വ്യാഖ്യാനിച്ചപ്പോൾ കിട്ടിയത്. ആദിമസഭയിൽ ആദിമ ക്രൈസ്തവരെ കൃപാവരങ്ങളാൽ എങ്ങനെയാണോ നിറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചേച്ചി നിറയപ്പെടുന്നതായിട്ട് കാണുന്നു. ഭാഷാവരത്തിൽ പാടുന്നതായിട്ട് ഒരു ദർശനം ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിച്ചു എന്ന് പറയുന്ന ആ ഒരു വചനം കിട്ടിയിരുന്നു. വിവാഹ വാഗ്ദാനം കൂടെ കൂടെ നവീകരിക്കണമെന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. വീണ്ടും മറ്റേ യോർദാനിലെ മാമോദിസ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഈശോയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ അതേ ഇത് കാണുന്നു. പിന്നീട് നമ്മൾ പണ്ട് ഈ വെടിക്കെട്ടൊക്കെ നടക്കുമ്പോൾ അതിനിങ്ങനെ ഈ കുറ്റികൾ ഇങ്ങനെ നിരത്തി വെക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സ്ഥലത്താണ് നമ്മൾ തീ കൊളുത്തുക. അപ്പോൾ അതിങ്ങനെ പോയി എല്ലായിടത്തും ഇങ്ങനെ പൊട്ടി അത് വരും. അതുപോലെ ചേച്ചി ഒരുപാട് പേർക്ക് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കുന്നതായിട്ട് അല്ലെങ്കിൽ തീ പിടിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈശോയുമായിട്ട് ഏകാന്തതയിൽ കുറച്ച് സമയം ചെലവഴിക്കാനൊരു മെസ്സേജ് കൂടി ഉണ്ടായിരുന്നു. പിന്നെ അടുത്തത് ഞങ്ങൾ ജോൺസി ചേട്ടന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ആദ്യം കിട്ടിയൊരു മെസ്സേജ് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് സൗഖ്യം നൽകി എന്നൊരു മെസ്സേജായിരുന്നു. വീണ്ടും രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, യെശയ്യാ 59 പറയുന്ന ഒരു വചനം. എന്തെങ്കിലും വിട്ടു നൽകാനുണ്ടെങ്കിൽ, അതായത് വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഭയത്തിൽ നിന്നും ഒരുപാട് സംരക്ഷണം ഈശോ നൽകുന്നതായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു തെങ്ങ് കണ്ടു. അത് ആത്മീയമായിട്ട് ഉള്ള ഒരു വളർച്ചയാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ജോൺസി ചേട്ടൻ്റെ കുടുംബത്തോട് ഈശോയ്ക്ക് ഒത്തിരി സ്നേഹമുള്ളതായിട്ടൊരു വിഷൻ കാണിച്ചിരുന്നു. മൺപാത്രത്തിലെ നിധി എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷേ വീണ്ടും അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരുപാട് മൺപാത്രങ്ങളും കാണിച്ചു തന്നു. കർത്താവ് ഭവനം പണിയാതിരുന്നാൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാട്ട് മനസ്സിലേക്ക് ഒരു വിഷനായിട്ട് വന്നിരുന്നു. അപ്പോൾ വീണ്ടും അതിനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നത്, അതായത് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ജോൺസി ചേട്ടന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു കൾമിനേഷനിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നൊരു മെസ്സേജാണ് അതിനകത്തുണ്ടായിരുന്നത്. ഒരു ജിക്സോ പസിൽ കണ്ടു. പക്ഷേ ആ ജിക്സോ പസിൽ അത് പൂർണ്ണമാകുന്നില്ല. വീണ്ടും രണ്ട് ചിറകുകൾ കണ്ടു. അത് മാലാഖമാരുടെ ചിറകുകളാണ് എന്ന ഒരു വിഷനായിരുന്നു. ഭയം ഇനി എന്നെ തൊടുകയില്ല എന്നൊരു പാട്ട് ഒരു ദർശനമായിട്ട് വന്നിരുന്നു. അപ്പോൾ അത് കൂടെ പാടാനായിട്ട് ജോൺസി ചേട്ടനോട് മെസ്സേജായിട്ട് പറഞ്ഞു.
വീണ്ടും ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല എന്ന ഒരു ദൈവവചനമുണ്ട്. അപ്പോൾ അതും കൂടെ ഉരുവിടാനായിട്ട് ജോൺസി ചേട്ടന് ഒരു മെസ്സേജുണ്ട്. ഈശോയെ നിൻ്റെ ഒരു ഉപകരണമാക്കി തീർക്കണമേ എന്ന ഒരു വാക്യം കൂടെ ഒരു സുഹൃത ജപം പോലെ പറഞ്ഞു നടക്കാനായിട്ട് ജോൺസി ചേട്ടനോടൊരു മെസ്സേജുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഈ തടിമില്ലുകളിലൊക്കെ തടി ഇങ്ങനെ വെള്ളത്തിൽ ഇടും, അത് തടി കുറച്ച് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജോൺസി ചേട്ടന് ഇപ്പോൾ അതുപോലെ ഒരു വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷേ കൂടുതൽ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടാണ്. സ്ട്രോങ് ആകുമ്പോൾ ദൈവം ഉയർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യും. അറക്കും സ്ട്രോങ് ആകുമ്പോൾ. അറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം അതിനെ ഉപയോഗിക്കാം. ഇതായിരിക്കാം, ഉരുപ്പടിയായിട്ട് ഉപയോഗിക്കാം. ആയിരിക്കാം. വീണ്ടും ജോസിയേട്ടന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ജോസിയേട്ടൻ ഒരു കാറ്റിൽ പറന്ന് നടക്കുന്ന ഒരു പഞ്ഞിക്കെട്ട് പോലെയാണ്. അതായത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എടുത്തുപയോഗിക്കുന്ന, ബൈബിളിലൊരു വചനമുണ്ടല്ലോ, അതായത് കാറ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല, അതെങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ജോസിയേട്ടനെ ദൈവം ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. എല്ലാ ഭാരങ്ങളും ജോസേട്ടൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാരങ്ങളും എല്ലാം മാറി ആത്മാവിന് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് കാണുന്നു. അഗ്നിയുടെ അഭിഷേകം ഉണ്ടാകുന്നതായിട്ട് ഒരു വിഷൻ ഉണ്ടായിരുന്നു. എല്ലാ അഭിഷേകവും കുരിശിൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം എന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ജോസിയേട്ടൻ്റെ മകൻ ജോഷുവിനെ കുറിച്ച് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമുള്ളതായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. ജോഷു ഉണ്ണീശോയുടെ കൂടെ നടക്കുന്നതായിട്ടും നിമ്മി ചേച്ചിയോട് ഒരുപാട് പേര് ഭാഗ്യവതി എന്ന് പറയുന്ന ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജോസിയേട്ടനെയും ജോഷുവിനെയും കുറിച്ചാണ് അങ്ങനെ ചേച്ചിയോട് പറയുന്നത്. പിന്നെ നിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും ഈശോയുടെ ഹൃദയത്തിൻ്റെ അറകളിലേക്ക് സമർപ്പിക്കുക എന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. മക്കളുടെ കാര്യമെല്ലാം ഈശോ ക്രമീകരിക്കുമെന്നൊരു ഉറപ്പ് നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. എന്നെ ആശ്രയിച്ചിട്ട് ആരാണ് ലജ്ജിതരായത് എന്ന വചനം ഒരു മെസ്സേജായിട്ട് കിട്ടി. അവസാനമായിട്ട് ഒരു വലിയ പൂന്തോട്ടത്തിൽ ചെറിയ പൂക്കളാണ് ദർശനമായിട്ട് കിട്ടിയത്. അത് കൂടുതൽ പറിക്കും തോറും അത് കൂടുതലായിട്ട് വരുന്നതായിട്ടാണ് കണ്ടത്. അവസാനം എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ അതിൽ ദീപം പറയുടെ കീഴിൽ വെക്കാനുള്ളതല്ല, ദീപം ഉയർത്തി വെക്കണം എന്ന് ഈശോ പറയുന്നത്. അതായത് പ്രകാശമായിട്ട്, മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് തീരണം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. വീണ്ടും ഒരു വിഷൻ ഉണ്ടായത്, ഒരു റോക്കറ്റ് ആകാശത്തേക്ക് കുതിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ നമ്മൾ അഗ്നി കാണും, അതാണ് അതിനെ പ്രൊപ്പൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്, ISROയിലെയും അതുപോലെയുള്ള ശാസ്ത്രജ്ഞരുണ്ട്. അപ്പോൾ അതുപോലെ ദൈവരാജ്യം ഉയരത്തിലെത്തിക്കാൻ, അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള റോക്കറ്റുമാരിയാണെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ഒരു പ്രാവശ്യം തീ കൊടുത്താലുണ്ടല്ലോ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, അതങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. ഈശോ തോളത്ത് എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ആട്ടിൻകുട്ടി ദർശനത്തിൽ കണ്ടു. ഈശോ ഒരു തൊപ്പി വെച്ച് തന്നിരിക്കുന്നു, വെയിൽ കൊള്ളാതെ. അബ്രാഹത്തിൻ്റെ വിളിയെപ്പറ്റി ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കപ്പലുകൾ കേടുവരുമ്പോൾ അതിൻ്റെ അടിയിൽ ഇറങ്ങി അത് നന്നാക്കുന്നവരെ ദർശനത്തിൽ കണ്ടു. അപ്പോൾ അതുപോലെ ഒരു സമുദ്രത്തിൻ്റെ ആഴത്തിലോട്ട് പോകണം.
അപ്പോൾ അത് റിസ്ക്കാണ്, പക്ഷേ ആ റിസ്കിലെല്ലാം എല്ലാ റിസ്കുകളിലും ദൈവം കൂടെ നയിക്കും എന്നൊരു സന്ദേശവും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ബൈബിൾ തുറന്ന് മുഖം അമർത്തി കിടക്കുന്നതായിട്ട് കണ്ടു. അതായത് വചനത്തിൽ കൂടുതൽ ആഴപ്പെടണമെന്നൊരു സന്ദേശമായിരുന്നു. ഒരു 6 മാസം മുമ്പ് ഇവിടെ തന്നെ നമുക്കൊരു ഫാദേഴ്സിൻ്റെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ദിവ്യകാരുണ്യ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൗൺസിലിങ്ങിലും ഇതേ മെസ്സേജ് തന്നെ എനിക്ക് കിട്ടിയിരുന്നു. അതായത് വചനത്തിൽ കൂടുതൽ ആഴപ്പെടണമെന്നൊരു മെസ്സേജ് കിട്ടിയിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കുറച്ചൊരു കത്തൽ ഒരു 2-3 ആഴ്ചത്തേക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അത് വീണ്ടും അണഞ്ഞുപോയി. വീട് എല്ലാ ദിവസവും വെഞ്ചരിക്കണം, വെള്ളം കൊണ്ട്, വിശുദ്ധജലം കൊണ്ട് വെഞ്ചരിക്കണം എന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു ബസ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ അതൊരു സ്പിരിച്വൽ യാത്രയുടെ മെസ്സേജാണ് എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? നഗ്നതയോ ആപത്തോ വാളോ എന്ന് പറയുന്ന ഒരു വചനം ഒരു മെസ്സേജായിട്ടുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ പൗലോസിനെ ഒരു കുട്ടയിലൊക്കെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ദൈവം രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നൊരു മെസ്സേജ് ഉണ്ട്. കൊട്ടയിലാക്കി ഇറക്കണോ? പിടിക്കുന്ന ആൾക്കാർ കൈവിടായിരുന്നാൽ മതി. അതെ, ജീവന് വെല്ലുവിളിയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഭയപ്പെടേണ്ട എന്നുള്ള മെസ്സേജ്. വെരി ഗുഡ്. മാതാവിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ ഒരു മാധ്യസ്ഥം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വാട്ട് ഈസ് ദി നെക്സ്റ്റ് ഗ്രൂപ്പ്? കഴിഞ്ഞോ? ഇല്ലല്ലോ. യെസ്. ശിവശേഖർ സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 5 പേരായിരുന്നു. ഞാനും പിന്നെ അമ്മച്ചി ഉണ്ടായിരുന്നു, സുനിലേട്ടൻ, ഡാർസേച്ചി, സജു ചേട്ടനായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം അമ്മച്ചിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അമ്മച്ചിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സജു ചേട്ടന് അമ്മച്ചിയുടെ തലയുടെ നടുക്ക് ഇങ്ങനെ കുറച്ച് മുടി പോയിട്ടൊരു ഗ്യാപ്പ് പോലെ അങ്ങനെ കണ്ടു. അപ്പം അമ്മച്ചിയോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ അമ്മച്ചിയുടെ ഒരു കുട്ടിക്കാലം കൂടി ഇങ്ങനെ കാണിച്ചു തന്നു. പിന്നെ ചോദിച്ച് സോപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം അപ്പോഴും ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ അമ്മച്ചി പിന്നെ പറഞ്ഞു, അമ്മച്ചിയുടെ ചെവിയിൽ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിക്ക് മുടി ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ മുടിയൊന്നും ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റാത്തതിൽ വിഷമം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ഇപ്പം മാറി. പിന്നെ ഇങ്ങനെ സ്കിൻ അലർജി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് കൂടിയിട്ട് ധ്യാനം കൂടിയപ്പം ഉണ്ടായിരുന്നു. അത് ധ്യാനം കൂടിയപ്പോൾ മാറിയെന്ന് പറഞ്ഞു. പിന്നെ അതിനുവേണ്ടി കുറേ മരുന്നുകൾ കഴിച്ചപ്പം അമ്മച്ചിക്ക് ആദ്യം അത് മാറത്തില്ല എന്നൊരു വിശ്വാസമായിരുന്നു. അത് എന്ത് കഴിച്ചാലും മാറത്തില്ല. അപ്പോൾ ഹസ്ബൻഡ് ഡോക്ടറൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അത്രയും മരുന്ന് കഴിച്ച് ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തിട്ടും മാറാതെ വന്നപ്പോൾ അത് മാറത്തില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് മാറി ധ്യാനം കൂടി കഴിഞ്ഞപ്പം. അപ്പോൾ അതുപോലെ മാറത്തില്ല എന്ന് വിചാരിക്കുന്ന ഏത് വിഷയവും മാറുമെന്ന് ഈശോ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി അപ്പോൾ കൊടുത്തു. പിന്നെ സജു ചേട്ടന് വേണ്ടിയാണ് പിന്നീട് പ്രാർത്ഥിച്ചപ്പം ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട് ബൈക്ക് ഇങ്ങനെ കാണിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ബൈക്ക് ഇങ്ങനെ ഒരു പ്രാവശ്യം അത് സുനിലേട്ടനാണ് വിഷയം കിട്ടിയത്. അപ്പോൾ ബൈക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു ഭയം പിന്നീട് ഉണ്ട്. പിന്നെ അതിനുവേണ്ടി ഇങ്ങനെ ഒന്നുകൂടി അത് വെച്ച് പ്രാർത്ഥിച്ചപ്പം ബൈക്കിൻ്റെ ഒരു അടിഭാഗം ഇങ്ങനെ കാണിച്ചു. അവിടെ എന്തോ ക്ലീൻ ചെയ്യുന്നതിൻ്റെ അല്ലേ എന്തോ ഒരു ഭാഗം ഇങ്ങനെ അതിങ്ങനെ കാണിച്ചു. പക്ഷെ അതിനൊരു ക്ലാരിറ്റി നമുക്ക് പിന്നെ കിട്ടിയില്ല. പിന്നെ ഒരു വചനം കിട്ടി, തീഷ്ണതയിലും മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് ആ ഒരു വചനം ഇങ്ങനെ കിട്ടി. പിന്നെ എന്തെങ്കിലും കോൺഫിഡൻസ് കുറവുണ്ടോ എന്നിങ്ങനെ ഇത് ചോദിച്ചപ്പം അതിങ്ങനെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഇങ്ങനെ ഏൽപ്പിക്കുമ്പം അത് ചെയ്യാൻ പറ്റും, പക്ഷേ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ പിന്നെ ഒരു ലാവൻഡർ കളർ പൂക്കളുടെ ഡിസൈനുള്ള ഒരു അതിങ്ങനെ കണ്ടു. അതിന് പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ചേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ
പിന്നെ ഡാരസ് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അമ്മച്ചിക്ക് ഇങ്ങനെ ഡാരസ് ചേച്ചിയുടെ ചുറ്റും ഒരു പ്രകാശം, നല്ല പ്രകാശം കാണുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. പിന്നെ ഒരു വചനം കിട്ടി, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെ പിന്നെ ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം അപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല ടെൻഷനാണ്, ഭയങ്കര കോൺഫിഡൻസും കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഒരു വചനം നമുക്ക് ശക്തനായവനിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു വചനം അമ്മച്ചിക്ക് കിട്ടി. പിന്നെ സാധിച്ചേട്ടന് ഒരു വിഷയം കിട്ടിയായിരുന്നു, ഇങ്ങനെ പാട്ട് പാടുന്ന ഒരു സ്റ്റാൻഡ് അതിൽ ഒരു പാട്ട് പാടാനായിട്ട് എഴുതി വെച്ചൊരു ബുക്ക്, പിന്നെ ഒരു മൈക്കും കൂടി, അങ്ങനെ ഒരു വിഷൻ കിട്ടി. പിന്നെ സുനിലേട്ടൻ ഒരെണ്ണം കിട്ടിയത്, ഇങ്ങനെ ഒരു വിഷൻ കിട്ടിയത് ഒരു സ്ക്രീൻ, അവിടെ ആ സ്ക്രീനിൻ്റെ മറുവശത്ത് നല്ല പ്രകാശമുണ്ട്, പക്ഷേ സ്ക്രീനിൻ്റെ ഇപ്പുറത്ത് നിൽക്കുവാണ്, അങ്ങനെ നിൽക്കുന്നൊരു. അപ്പോൾ സ്പിരിച്വൽ ലൈഫിൽ ഇങ്ങനെ പുറകോട്ടാണോ എന്ന് ചേച്ചിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിൽ ഒരു സ്ഥിരത വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ വചനം, ഇപ്പോൾ നേരത്തേക്ക് ഇങ്ങനെ വചനം വായിക്കുകയോ എഴുതിയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷെ അതിപ്പോൾ ഇല്ല. അപ്പം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, വചനം വീണ്ടും അതുപോലെ വായിക്കുകയോ എഴുതിയൊക്കെ ചെയ്യപ്പം അതെല്ലാം റിസർച്ച് എളുപ്പമാക്കുമെന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിസർച്ചിനെ കൂടുതൽ എളുപ്പമാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നു. എനിക്ക് ഇങ്ങനെ ആദ്യ കുർബാനയുടെ സമയത്ത് ആ വെള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു ഇതിങ്ങനെ കിട്ടി, സുനിലേട്ടന് കിട്ടി. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പം അതിങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും കാര്യം, അപ്പം ഞാൻ വലിയ പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞിലത്തെ സമയത്ത്, പക്ഷേ മോളെ ഞാൻ നന്നായിട്ട് ഒരുക്കിയാണ് ആദ്യ കുർബാന സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു അതായിരുന്നു പറഞ്ഞു. പിന്നെ പിന്നെ ഒരു ഷട്ടിൽ ഇങ്ങനെ കണ്ടു, അതിൽ ഇങ്ങനെ തൂവലില്ലാതെ എൻ്റെ ഒരു സ്കെൽട്ടൻ പോലെ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നശ്വരമായതിനു വേണ്ടി അധ്വാനിക്കുക എന്നുള്ളൊരു മെസ്സേജായിരുന്നു. പിന്നെ സുനിലേട്ടൻ പറഞ്ഞു ഇങ്ങനെ എഴുതാനായിട്ട് ഈശോ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഈ വചനം വായിക്കാറുണ്ട്, അപ്പോൾ വചനം കൂടുതൽ വായിക്കാറുണ്ട്, അപ്പോൾ ആ വചനത്തിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റ് കൊണ്ട് പാട്ട് എഴുതാനായിട്ട് ഇങ്ങനെ ഒരു പ്രേരണ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ സജിച്ചേട്ടൻ ഒരു ഇത് കണ്ടത്, ഒരു കൂട്ടം ചെമ്മരിയാടുകൾ ഇങ്ങനെ നിൽക്കുന്നു, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടം ചെമ്മരിയാടുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. അപ്പം അതിങ്ങനെ സങ്കീർത്തനം 23 ഇങ്ങനെ കിട്ടി, കർത്താവാണ് എൻ്റെ ഇടയൻ, ആ ഒരു വചനഭാഗം കൂടി കിട്ടി. പിന്നെ സുനിലേട്ടൻ പറഞ്ഞു വചനത്തിൻ്റെ ഒരു അഭിഷേകം, തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വചനങ്ങൾ കറങ്ങുന്ന പോലെ ആ ഒരു അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അമ്മച്ചിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയതെന്ന് വെച്ചാൽ കമ്പിയുടെ ഇങ്ങനെ നെറ്റ് ഉള്ള ഒരു വേലി പോലെ, അങ്ങനെ അതിൽ പ്രാർത്ഥിക്കും തോറും അതിങ്ങനെ മാറി പ്രകാശം വരുന്നതായിട്ട്. പിന്നെ പ്രാർത്ഥിക്കാനുള്ളൊരു ടൈം ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതായിട്ട് പറഞ്ഞു. പിന്നെ മിക്ക 5:4 ഒരു വചനം കിട്ടിയായിരുന്നു, കർത്താവിൻ്റെ ശക്തിയോടെ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും എന്നൊരു വചനം കിട്ടി. പിന്നെ സുനിലേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ വെളിച്ചത്തിൻ്റെ ശക്തി കൊണ്ട് ചുറ്റുമുള്ള ആ കറുപ്പെല്ലാം അന്ധാരമെല്ലാം ഇങ്ങനെ അകന്നു പോകുന്നതായിട്ട് കണ്ടു. പിന്നെ ഒരു വലിയ തുണിയുടെ ഒരു ഭാണ്ഡം ഇങ്ങനെ കയറിൽ കെട്ടി താഴേക്ക് ഇറക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിങ്ങനെ പ്രാർത്ഥിച്ചപ്പം അതിന് വ്യാഖ്യാനമായിട്ട് ഇങ്ങനെ ഒരു പത്രോസിൻ്റെ മുമ്പിലേക്ക് ഒരു വിരിച്ച തുണിയിൽ ഇങ്ങനെ ഇറക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ തോന്നി. അത് കൃത്യമായിട്ട് അതിന് കിട്ടിയില്ല. പിന്നെ പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെ ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ എന്നുള്ളൊരു പാട്ടിൻ്റെ അങ്ങനെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഇതെല്ലാം കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊക്കെ നമ്മളിൽ ഇത്രയൊക്കെ ഉണ്ടോന്നില്ലേ? എനിക്കതാ തോന്നേ ഇല്ലേ? നമ്മൾ ഇത്രയും വലിയ ആൾക്കാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി ഇപ്പം ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ, അല്ലെങ്കിൽ ഇന്നത്തെ ഈ സെഷൻ സോ ഫാർ വാട്ട് വി ഹാവ് കം ത്രൂ, ഇതിൽ നിങ്ങൾക്ക് കിട്ടിയ ചില ഉൾക്കാഴ്ചകളൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. എന്ത് ഉൾക്കാഴ്ചകളാണ് കിട്ടിയത്? ടോക്കിൽ കിട്ടിയ ഉൾക്കാഴ്ച, പിന്നെ ഈ സന്ദേശങ്ങളിൽ കിട്ടിയ ഉൾക്കാഴ്ച പറഞ്ഞൊന്ന് കർത്താവിന് നന്ദി പറയാം. 1-2 പേര് വന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ കാര്യം കിട്ടിയോ? പിന്നെ ഈ സന്ദേശങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു റെസ്പോൺസ്?
പരിശുദ്ധാത്മാവിനോട് ഈശോനോട് ഒന്ന് റെസ്പോൺസായിട്ട് എന്താ പറയാൻ തോന്നണേ? ഇതൊക്കെയാണ് വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. യു ഹാവ് ടു പ്രാക്ടീസ്. അപ്പോൾ ഇതൊക്കെ വചനപ്രഘോഷണത്തിൻ്റെ ഭാഗമാണ്. നമ്മളിലുള്ള വരദാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. അതെല്ലാം ഇതിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വരും. സോ പ്ലീസ് കം ആൻഡ് ഷെയർ സം ഓഫ് യു.